പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. കുട്ടിക്കുരങ്ങൻ്റെ പിറന്നാൾ ഈ കഥ കേൾക്കൂ. ഹേരുമോനെ, വേഗം എഴുന്നേറ്റ് കുളിച്ച് കാട്ടുമുത്തപ്പൻ കോവിലിൽ പോയി വരൂ. ഇന്നു നിന്റെ പിറന്നാളല്ലേ. ഹേരുമോനെ എഴുന്നേൽക്കൂ, ഇന്നു നിന്റെ പിറന്നാള്. കുളിച്ചു വേഗം കുറി തൊട്ട് കോവിലിൽ പോയി വരിക വേണം. അമ്മ അവനെ വിളിച്ചുണർത്തി. മോനെ, വേഗം പോയി വരൂ, കൂട്ടുകാർക്കെല്ലാം പിറന്നാൾ സദ്യ കൊടുക്കാനുള്ളതല്ലേ. ഹേരു ചാടി എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി കോവിലിൽ പോയി. മടങ്ങി വരും വഴി അവൻ ക്ഷീണിച്ച് തളർന്നു കിടക്കുന്ന കരടി അപ്പൂപ്പനെ കണ്ടു. അപ്പൂപ്പനെ ഹേരു തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. കുറച്ചു ദൂരം നടന്നപ്പോൾ അവശരായ 2 കാട്ടെരുമകളെയും കണ്ടു. ഹേരു അവരെയും പിറന്നാൾ സദ്യയ്ക്ക് ക്ഷണിച്ചു. അങ്ങനെ കണ്ടവരെയും കേട്ടവരെയും എല്ലാം അവൻ വിളിച്ചു വരുത്തി. പിറന്നാളിന് വീട്ടിലെത്തിയ മൃഗക്കൂട്ടത്തെ കണ്ട് അമ്മ ഭയന്നുപോയി. പൊന്നു മോനെ, നീ എന്തുദ്ദേശിച്ചാണ് ഇവരെയൊക്കെ ക്ഷണിച്ചത്? നമ്മളെ കൂടാതെ 6-7 പേർ കൂടി വരുമെന്നല്ലേ പറഞ്ഞത്? അതമ്മേ, ഇവരൊക്കെ ആഹാരം കഴിച്ചിട്ട് തന്നെ ദിവസങ്ങളായി. വിശക്കുന്നവർക്കല്ലേ ആഹാരം കൊടുക്കേണ്ടത്. സംഗതി ശരിയാണ്, പക്ഷെ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? അമ്മയ്ക്ക് ആധിയായി. അമ്മ വിഷമിച്ചിരിക്കുമ്പോൾ തുമ്പിയിൽ ഒരു കെട്ട് കരിമ്പും തലയിൽ ഒരു കൂട പഴങ്ങളുമായി കൊമ്പനമ്മാവൻ വന്നു. തൊട്ടു പിന്നാലെ ഒരു കുടം നിറയെ തേനുമായി കരടിമാമനും. ചെമ്പൻ കുരങ്ങ് ഒരു കുല വാഴപ്പഴം കൊണ്ടുവന്നു. അച്ഛൻ കുരങ്ങ് അപ്പോഴേക്കും കുറേ തണ്ണിമത്തങ്ങയും കൊണ്ടുവന്നിരുന്നു. അത് കണ്ട് ഹേരു സന്തോഷത്തോടെ പറഞ്ഞു, അമ്മേ, ഇപ്പം ഇഷ്ടം പോലെ വിഭവങ്ങളായില്ലേ, ഇനി സദ്യ വിളമ്പരുതേ? അതിനെന്താ മോനെ? കുട്ടിക്കുരങ്ങൻ്റെ ജന്മദിനം, കാട്ടിൽ ഇന്നൊരു മേളാങ്കം, കൂട്ടുകാരെല്ലാവരും ഒപ്പം വരൂ, സദ്യയുണ്ടു രസിക്കാൻ വരൂ എന്നു പാടിക്കൊണ്ട് കൂട്ടുകാർ ഹേരുവിനെ അഭിനന്ദിച്ചു. എല്ലാവരും ഒരുമിച്ച് സദ്യയുണ്ടു. ആരും തിരിഞ്ഞു നോക്കാതെ അവശരായി കിടന്നിരുന്ന തങ്ങളെ കൂടി പരിഗണിച്ച ഹേരുവിനെ അവരെല്ലാം അഭിനന്ദിച്ചു, സ്നേഹത്തോടെ അനുഗ്രഹിക്കുകയും ചെയ്തു. അത് കണ്ട് അമ്മ പറഞ്ഞു, ഒരമ്മയെന്ന നിലയിൽ ഏറെ ധന്യത തോന്നുന്ന നിമിഷമാണിത്. ഈ പൊന്നുമോൻ്റെ അമ്മയാവാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. ആനന്ദ കണ്ണീരോടെ അമ്മ അവനെ ചേർത്തു നിർത്തി.